ഹലോ എവരി വൺ, വെൽക്കം ടു ഡിലൈറ്റ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയാണ്. സോ എന്താണ് ഈ ഡെറിവേറ്റീവ്സ്? ആ വേർഡിൻ്റെ മീനിങ്ങിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ദി വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ്. അതായത് ഒരു അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നുമുള്ള എഗ്രിമെൻറ്റ്സ്, അതിന്മേലുള്ള എഗ്രിമെൻറ്റ്സ് എന്ന് പറയാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പാഡി ഫാർമറുമായിട്ടൊരു എഗ്രിമെൻ്റ് വയ്ക്കുന്നു. 3 മാസം കഴിഞ്ഞ് നിങ്ങളുടെ ഈ പാഡി ഇത്ര രൂപയ്ക്ക് ഞാൻ പിന്നീട് വാങ്ങിച്ചു കൊള്ളാം എന്നൊരു എഗ്രിമെൻറ്റ് വരുവാണെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ്. അപ്പോൾ അത്തരം എഗ്രിമെൻറ്റ്സിനെ അവിടെ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. ആ അണ്ടർലൈങ് അസറ്റിൽ നിന്നും അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്നത്. സോ അങ്ങനെ ഡിറൈവ് ചെയ്യുന്ന വാല്യൂ ഓഫ് ദാറ്റ് എഗ്രിമെൻറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ്. അങ്ങനെ ഡിറൈവ് ചെയ്തിരിക്കുന്ന എഗ്രിമെൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 4 ഇമ്പോർട്ടൻറ്റ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഫോർവേഡ് കോൺട്രാക്റ്റ്, 2 ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, ദെൻ സ്വാപ്പ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ട്സ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ് കൺസെപ്റ്റ് എന്താണെന്നാണ്. ബ്രീഫ്ലി നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഡെറിവേറ്റീവ് കൺസെപ്റ്റ് എന്ന് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ഓർ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം, എവിടെ നിന്നാണ്? ഒരു അണ്ടർലൈങ് അസറ്റുമായി ബന്ധപ്പെട്ടാണ്. സോ ദി വാല്യൂ ഓഫ് ആൻ അണ്ടർലൈങ് അസറ്റ് സച്ച് ആസ് സ്റ്റോക്ക്, കമ്മോഡിറ്റി, കറൻസി ഓർ ഇൻഡെക്സ് ഇറ്റ്സെൽഫ് ആകാം. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂവിൽ നിന്നും വാല്യൂ ഡിറൈവ് ചെയ്യുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി അസറ്റ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ദോസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹൂസ് വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ്. ഓക്കെ, അങ്ങനെ ഓർത്തേക്കുക. ദേ ആർ മെയിൻലി യൂസ്ഡ് ടു ഹെഡ്ജ് റിസ്ക്, സ്പെക്യുലേറ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ഓർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ്. 3 കൺസെപ്റ്റുകൾക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ 3 ടേമുകൾ നമുക്ക് ഫെമിലിയർ ആയിരിക്കാം. ഒന്നാമതായിട്ട് ഹെഡ്ജിങ്, രണ്ടാമതായിട്ട് ഓർബിട്രേജ്, മൂന്നാമതായിട്ട് സ്പെക്കുലേഷൻ. സോ എന്താണ് ഈ 3 ടേമുകളും? എന്തുകൊണ്ട് ഈ പറയുന്ന കോൺട്രാക്റ്റുകൾക്ക് ഈ ടേമുകളിൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്? ആദ്യമായിട്ട് ഹെഡ്ജിങ് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെഡ്ജിങ് എന്ന് പറയുന്നത് റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ്. നമ്മളുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചെന്ന് പറയാം. ദെൻ സ്പെക്കുലേഷൻ, പ്രൈസ് മൂവ്മെൻറ്റ്സിൽ നിന്നും പ്രൈസ് കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു, അതിൽ നിന്ന് ബെനിഫിറ്റ് നേടിയെടുക്കുന്നു. പ്രൈസ് കുറയുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അവിടെയും നമ്മളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു, അതുവഴി ബെനിഫിറ്റ് നേടിയെടുക്കുന്നു. അങ്ങനെയാകാം. അത്തരം സ്പെക്കുലേഷൻ വഴിയും നമ്മൾ ഇത്തരം കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യാം. പിന്നെ ഉള്ളത് ഓർബിട്രേജ് ആണ്. ഓർബിട്രേജ് എന്ന് പറഞ്ഞാൽ 2 മാർക്കറ്റുകളിലെ പ്രൈസ് ഡിഫറൻസ്, ഒരു മാർക്കറ്റിൽ കുറഞ്ഞിരിക്കുന്നു, മറ്റൊരു മാർക്കറ്റിൽ കൂടി നിൽക്കുന്നു എന്നുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ അതിൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഓർബിട്രേജ് എന്ന് പറയുന്നത്. അതായത് ഒരിടത്ത് വാങ്ങിച്ച് ഒരിടത്ത് വിൽക്കുക എന്ന് പറയാം. കുറഞ്ഞു നിൽക്കുന്നിടത്ത് വാങ്ങിച്ചിട്ട് കൂടി നിൽക്കുന്നിടത്ത് വിൽക്കാൻ വേണ്ടി വിറ്റ് കഴിഞ്ഞാൽ അതുവഴി നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇത്തരം ആക്ടിവിറ്റീസാണ് ഓർബിട്രേജ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ നമുക്ക് ഓർബിട്രേജ് എന്ന് പറയാം. ഓക്കെ, സോ ആ പർപ്പസുകൾക്കൊക്കെ വേണ്ടി നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റ് ഉപയോഗിക്കാം. നൗ ഫോർവേഡ് കോൺട്രാക്റ്റിലെ ഡെറിവേറ്റീവ്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. സോ ഡെറിവേറ്റീവിൻ്റെ കൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 ടേമുകളുണ്ട്. ഒന്ന് അണ്ടർലൈങ് അസറ്റ് ആണ്. എന്തായിരുന്നു അണ്ടർലൈങ് അസറ്റ്? അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ദി വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദീസ് അസറ്റ്സ്, അല്ലേ? ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ അസറ്റിനെ ബേസ് കൊണ്ടാണ്. അപ്പോൾ ഏതൊക്കെ അസറ്റുകളാകാം? ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് സ്റ്റോക്സ് ആകാം, ബോണ്ട് ആകാം, കമ്മോഡിറ്റീസ് ആകാം, കറൻസീസ്, ഇൻട്രസ്റ്റ് റേറ്റ്സ് ആകാം, ഇൻട്രസ്റ്റ് റേറ്റ്സ് ഡിഫറൻസുകൾ, അതിൽ നിന്ന് സ്വാപ്പ് എഗ്രിമെൻറ്റ് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ അത്തരം രീതിയിലാകാം. ദെൻ ഇൻഡൈസസ് ആകാം, ഇൻഡെക്സുകൾ. ഇപ്പോൾ നമ്മൾ സെൻസെക്സ് പോലുള്ള നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകൾ ബേസ്ഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സും ആകാം. ഓക്കെ, സോ അതാണ് അണ്ടർലൈങ് അസറ്റ്. ഇവ ഏത് വേണമെങ്കിലും അണ്ടർലൈങ് അസറ്റ് ആകാം. ദെൻ പർപ്പസ് നമ്മൾ പറഞ്ഞു, ഹെഡ്ജിങ് പർപ്പസ് ആകാം, റിസ്ക് പ്രൊട്ടക്ഷന് വേണ്ടി, അല്ലെങ്കിൽ സ്പെക്കുലേഷൻ, പ്രോഫിറ്റ്, പ്രൈസ് മൂവ്മെൻറ്റ്സിലുള്ള പ്രോഫിറ്റ്, ഫ്ലക്ച്വേഷൻസിൽ നിന്നും പ്രോഫിറ്റ് നേടിയെടുക്കുക എന്നുള്ളതാകാം. അല്ലെങ്കിൽ ഓർബിട്രേജ്, റിസ്ക് ഫ്രീ ആയിട്ട് പ്രോഫിറ്റ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഓർബിട്രേജ് എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ട്, ഒരു മാർക്കറ്റിൽ കൂടി നിൽക്കുന്നു, ഒരു മാർക്കറ്റിൽ കുറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയും ഇത്തരം എഗ്രിമെൻറ്റ്സിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ പർപ്പസ് ഇവയെല്ലാമാണ്. ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ, അതോടൊപ്പം ഓർബിട്രേജ് ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം നമുക്ക് പർപ്പസ് ആയിട്ട് പറയാം. ദെൻ ഫോംസ്,
ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഫോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് ഫോർവേഡ് കോൺട്രാക്റ്റ്, ദെൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, ഓപ്ഷൻസ്, സ്വാപ്പ് എഗ്രിമെൻറ്റ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് വി വിൽ ബി ഡിസ്കസിങ്. ഓരോ ഇൻസ്ട്രുമെൻസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ മാർക്കറ്റ് OTC എന്ന് പറഞ്ഞാൽ ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് എന്നാണ്. അതായത് നമ്മൾ ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലല്ലാതെ പ്രൈവറ്റ് എഗ്രിമെൻറ്റ്സിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് OTC ആണ്. ഫോർവേഡ് കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്യുന്നത് OTC ആയിട്ടാണ്, പ്രൈവറ്റ് കോൺട്രാക്റ്റ് ആയിട്ടാണ്, പ്രൈവറ്റ് എഗ്രിമെൻ്റ് ആയിട്ടാണ്. അതൊരു എക്സാമ്പിളായിട്ട് ഓർക്കുക. അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആകാം. ഫ്യൂച്ചറിൻ്റെ കേസിലാണെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആണ്. അതായത് നമ്മളിപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചർ മേടിക്കുന്നു. നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്, റൈറ്റ്? അപ്പോൾ അത് മേടിക്കുമ്പോൾ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഗ്യാരൻറ്റി അതിനകത്തുണ്ട്. ബിക്കോസ് സെക്കൻഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഫെയിലിയറോ ഡിഫോൾട്ടോ ഒന്നും ഉണ്ടാകേണ്ട സാഹചര്യമില്ല. എന്നാൽ പ്രൈവറ്റ് കോൺട്രാക്റ്റ് ആണെങ്കിൽ, ഫോർവേഡിൻ്റെ കേസിലാണെങ്കിൽ അവിടെ എന്താണ്? ഇത്തരത്തിലുള്ള ഫെയിലിയർ ഉണ്ടാകാം. ഞാൻ പറഞ്ഞ ഫോർവേഡും ഫ്യൂച്ചറും ഇത് രണ്ട് എക്സാമ്പിൾസ് ആണ്. അതേപോലെ ഓപ്ഷൻ ആണെങ്കിൽ രണ്ട് രീതിയിലാകാം. ദെൻ സ്വാപ്പ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പറയാം. സോ ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലെറ്റ് സ്റ്റാർട്ട്. സിമ്പിൾ എക്സാമ്പിളിലൂടെ എന്താണ് ഇൻസ്ട്രുമെൻ്റ് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഇതാണ്. യു എഗ്രി ടു ബൈ 1 kilo ഓഫ് ഗോൾഡ് എന്ന് വിചാരിക്കുക, അറ്റ് ₹6,000 പെർ ഗ്രാം നെക്സ്റ്റ് മന്ത്സ്. ഇതാണ് നമ്മൾ എഗ്രി ചെയ്യുന്നത്. ഈവൻ ദോ യു ഡോണ്ട് ബൈ ദി ഗോൾഡ്, ദി വാല്യൂ ഓഫ് ദിസ് ഡീൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫ്യൂച്ചർ പ്രൈസ് ഓഫ് ദി ഗോൾഡ്. അല്ലേ, നമ്മളിപ്പോൾ എഗ്രി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രൈസിൻ്റെ ഗോൾഡിൻ്റെ ഫ്യൂച്ചർ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. ആ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഗോൾഡാണ്. ഗോൾഡിനെ നമ്മൾ ഫ്യൂച്ചറിൽ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു കൊള്ളാം എന്നൊരു എഗ്രിമെൻറ്റ് വയ്ക്കുമ്പോൾ അവിടെ അണ്ടർലൈങ് അസറ്റായി ഫ്യൂച്ചർ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരം ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ്. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഓരോ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിനെ പറ്റിയാണ്. ആദ്യത്തെ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിലും ഇൻസ്ട്രുമെൻ്റ് എന്ന് തന്നെ പറയാം. ഫോർവേഡ് കോൺട്രാക്റ്റ്, അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്താണ് ഈ ഫോർവേഡ് കോൺട്രാക്റ്റ്? ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കസ്റ്റമൈസ്ഡ്, നിങ്ങളവിടെ 2-3 വേർഡുകൾ അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. ഇതൊരു കസ്റ്റമൈസ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതോടൊപ്പം ഇതൊരു OTC ആണ്, ഓവർ ദി കൗണ്ടർ ഓർ പ്രൈവറ്റ് എഗ്രിമെൻ്റ് ആണ്. between two parties to buy or sell an asset at a specific price on a future date. 2 പാർട്ടീസ് തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഒരു ഗീവൺ പ്രൈസിൽ ഇത്ര രൂപയ്ക്ക് 6,000 രൂപ നമ്മൾ പറഞ്ഞു. 6,000 രൂപയ്ക്ക് ഈ അസറ്റ് 3 മാസം കഴിഞ്ഞ് ഇന്ന തീയതി ഞാൻ വാങ്ങിച്ചു കൊള്ളാം എന്നൊരു എഗ്രിമെൻറ്റ് വയ്ക്കുകയാണ്. ഇത്തരം എഗ്രിമെൻറ്റ്സിനെയാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഫോർവേഡ്സ് ആകണമെങ്കിൽ എന്തുണ്ടാവണം? 2 പാർട്ടീസിൻ്റെ പ്രൈവറ്റ് കോൺട്രാക്റ്റ് ആണ്. ദെൻ ഹൈ ഡിഗ്രി ഓഫ് കസ്റ്റമൈസേഷൻ വിൽ ബി ദർ. സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെൻ്റ് അല്ല. ഇപ്പോൾ ഇൻഡെക്സ് ട്രേഡഡ് ഫണ്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഇൻഡെക്സ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അവിടെ ഒരു കൃത്യമായിട്ടുള്ള രീതിയുണ്ട്, ഇൻസ്ട്രുമെൻറ്റിന് സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. ആ രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ പ്രൈവറ്റ് എഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടികൾ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് അവർ തമ്മിൽ തീരുമാനിക്കുന്നതാണ് എഗ്രിമെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ അത്തരം എഗ്രിമെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർവേഡ് കോൺട്രാക്ട്സ് ഈസ് എ ഇൻസ്ട്രുമെൻറ്റ് ഓർ ഈസ് എ കസ്റ്റമൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് OTC, ഓവർ ദി കൗണ്ടർ, പ്രൈവറ്റ് ആയിട്ടാണ്, ബിറ്റ്വീൻ പാർട്ടീസ് ടു ബൈ ഓർ സെൽ ആൻ അസറ്റ് അറ്റ് എ സ്പെസിഫിക് പ്രൈസ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ക്ലിയർ? ദെൻ ഇറ്റ് ഈസ് നോട്ട് ട്രേഡഡ് ഓൺ ആൻ എക്സ്ചേഞ്ച്. സോ ഇറ്റ് ക്യാരീസ് കൗണ്ടർ പാർട്ടി റിസ്ക്. ഇതൊരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. എക്സ്ചേഞ്ച് ട്രേഡ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഒരു ഡിഫോൾട്ട് റിസ്ക് ഉണ്ട്. അതാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറഞ്ഞത്. കൗണ്ടർ പാർട്ടി റിസ്ക് ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഫോർവേഡ് കോൺട്രാക്റ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. ഒന്ന്, നേച്ചർ നമ്മൾ പറഞ്ഞു, ദീസ് ആർ കസ്റ്റമൈസ്ഡ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. ക്ലിയർ ആണല്ലോ? 2 പാർട്ടീസ് തമ്മിലുള്ള കസ്റ്റമൈസ്ഡ് എഗ്രിമെൻ്റ് ആണ് ഫോർവേഡ് കോൺട്രാക്റ്റ്. ട്രേഡിംഗ് വെന്യൂ എവിടെയാണ്? ഓവർ ദി കൗണ്ടർ ആണ്. പ്രൈവറ്റ് കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞു. ഓവർ ദി കൗണ്ടർ എഗ്രിമെൻറ്റ്സ് ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഒബ്ലിഗേഷൻ. ബോത്ത് ബയർ ആൻഡ് സെല്ലർ ആർ ബൗണ്ട് ടു പെർഫോം ദി കോൺട്രാക്റ്റ്. ഈ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 2 പേരും അതിൻ്റെ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യണം. ബിക്കോസ് ഈ എഗ്രിമെൻറ്റ് പ്രകാരം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നടപ്പിലാക്കുക. 3 മാസം കഴിഞ്ഞ് മേടിക്കാമെന്ന് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ടാവണം.
ഇപ്പോൾ രണ്ട് പാർട്ടീസിനും അതിൻ്റെ ഒബ്ലിഗേഷൻ ഉണ്ട്, ബയ്യർക്കും സെല്ലർക്കും അതിൻ്റെ ഒബ്ലിഗേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനൊക്കെ വരുമ്പോൾ ഓപ്ഷനകത്ത് ഈ ഒബ്ലിഗേഷൻ അല്ല അവിടെ വരുന്നത്. ഓപ്ഷൻ ഗീവ്സ് യു എ റൈറ്റ്, നോട്ട് ആൻ ഒബ്ലിഗേഷൻ. ഇവിടെ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒബ്ലിഗേഷനാണ്. ദാറ്റ് ഒബ്ലിഗേഷൻ ഈസ് ദെയർ ഓൺ ബോത്ത് ദി പാർട്ടീസ്. രണ്ട് പാർട്ടീസിനും ഒബ്ലിഗേഷൻ ഉണ്ടെന്ന് ഓർത്തേക്കുക. ഇനിയുള്ളത് സെറ്റിൽമെൻ്റ് ആണ് ഓൺ ദി മെച്യൂരിറ്റി ഡേറ്റ്. എല്ലാ ദിവസവും അതിൻ്റെ നെറ്റ് വാല്യൂ ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. എന്നാണോ മെച്യൂരിറ്റി പറയുന്നത് ആ ഡേറ്റിൽ മാത്രമായിരിക്കും സെറ്റിൽമെൻറ്റ് നടക്കുക. ബിക്കോസ് ദീസ് ആർ പ്രൈവറ്റൈസ്ഡ് കോൺട്രാക്റ്റ്. ആ രണ്ട് പാർട്ടികൾ തമ്മിൽ എഗ്രി ചെയ്തിരിക്കുന്ന 60 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ട് 6,000 രൂപയ്ക്ക് ഗോൾഡ് വാങ്ങാം എന്നുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും പിന്നീട് ആ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുക തന്നെ. റൈറ്റ്. അപ്പോൾ അതിനകത്ത് ഡെയിലി സെറ്റിൽമെൻറ്റ് ഒന്നും തന്നെ ഹാപ്പൻ ചെയ്യുന്നില്ല. വേറാസ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് ചേഞ്ചസ് ദ ഡെയിലി എക്സ്ചേഞ്ചിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, മാർക്കഡ് ഡെയിലി എന്ന് പറയും. അപ്പോൾ ആ മാർക്കപ്പ് ഇവിടെ ഇല്ല, അത് ഫ്യൂച്ചറിലാണ് വരുന്നത്. ഇനി റിസ്ക്, ഹൈ ഡീഫോൾട്ട് റിസ്ക്. വീഴ്ച വരുത്താൻ പാടില്ലേ? പറയുന്ന പാർട്ടി വേണമെങ്കിൽ പൈസ തരാതിരിക്കാം, ഫസ്റ്റ് പാർട്ടി എഗ്രി ചെയ്ത പാർട്ടി വേണമെങ്കിൽ ആ ഗോൾഡ് കൊടുക്കാതിരിക്കാം. ഈ സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡിഫോൾട്ട് കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഉള്ളത് പേർപ്പസ് ആണ്, യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ഓർ ഫിക്സിങ് ഫ്യൂച്ചർ പ്രൈസ് ഇൻ കേസ് ഓഫ് അൺസർട്ടനിറ്റി. നമുക്ക് അൺസർട്ടൻ ആണ് സാഹചര്യമെങ്കിൽ, ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? ഫ്യൂച്ചർ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. മുൻകൂട്ടി തീരുമാനിക്കാം ഇത്രയും പ്രൈസ് ഞാൻ വാങ്ങും. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കറൻസി ഫോർവേഡുമായി ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ പറയാം. ഇമാജിൻ നമ്മൾ US നിന്നും US കസ്റ്റമറുടെ US സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് ഗുഡ്സ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ഒരു $10,000 ഗുഡ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. എഗ്രിമെൻ്റ് പ്രകാരം 3 മാസം കഴിഞ്ഞ് പേ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാസം കഴിയുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. അന്ന് വാങ്ങിച്ച സമയത്ത് $10,000 ഇന്ത്യൻ റുപ്പി ഇമാജിൻ ഒരു 83 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. $10,000 83 റുപ്പീസ് വെച്ചിട്ട് എത്ര രൂപയാവും? ദാറ്റ് വിൽ ബി 8,30,000, റൈറ്റ്? ഓക്കെ, അത്രയും വന്നു എന്ന് വിചാരിക്കാം. ദെൻ ഇതിന് ശേഷം നെക്സ്റ്റ് 3 മാസം നമ്മൾ പറഞ്ഞിരിക്കുന്നത്, 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഡോളറിൻ്റെ വില 86 ആയെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ അഡീഷണലി എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഡോളർ വാങ്ങണമെങ്കിൽ നമ്മൾ ആക്ച്വലി അതിന് വാല്യൂ $10,000 ഉള്ളൂ. $10,000 തന്നെയാണ് അവർക്കും പേ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ റുപ്പി ഉപയോഗിച്ച് നമ്മൾ US ഡോളർ വാങ്ങണമെങ്കിൽ അന്ന് 8,30,000 രൂപയ്ക്ക് കിട്ടുന്ന US ഡോളർ ഇപ്പോൾ നമ്മൾ വാങ്ങണമെങ്കിൽ 8,60,000 രൂപ കൊടുക്കണം. സോ ദാറ്റ് മീൻസ് നമുക്ക് അവിടെ ഒരു ഹ്യൂജ് റിസ്ക് വരുവാണ്. 30,000 രൂപ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരുവാണ്. ഇത്തരം റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നത്. അതായത് ഇതേ സമയം നമ്മൾ ഇനീഷ്യലി എന്നാണോ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത് ആ ടൈമിൽ തന്നെ നമ്മൾ മറ്റൊരു പാർട്ടിയുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കുകയാണ്. അതായത് ഇന്നേക്ക് 3 മാസം കഴിയുമ്പോൾ ഡോളറിൻ്റെ വില കുറഞ്ഞാലും കൂടിയാലും നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ പറയുന്ന $10,000 ഞാൻ 83 രൂപയ്ക്കോ 84 രൂപയ്ക്കോ വാങ്ങും. അത് ഏതെങ്കിലും ഒരു എമൗണ്ട്, നമുക്ക് 84 ഫിക്സ് ചെയ്യാം അല്ലേ? 84 രൂപയ്ക്ക് വാങ്ങും. ബിക്കോസ് ഡോളറിൻ്റെ വില കൂടുന്നുള്ള പ്രതീക്ഷയിലാണ്. 84 രൂപയ്ക്ക് വാങ്ങുമെന്ന് എഗ്രി ചെയ്താൽ എത്ര രൂപ നമ്മൾ പേ ചെയ്യേണ്ടി വരും? 8,40,000 രൂപ പേ ചെയ്താൽ മതി. എന്നാൽ യഥാർത്ഥത്തിൽ 8,60,000 രൂപ പേ ചെയ്യണമായിരുന്നു. റൈറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ആ റിസ്ക് അവിടെ കുറഞ്ഞു. നമുക്കിവിടെ നഷ്ടം വരുന്നത്, നഷ്ടമെന്ന് പറയാൻ സാധിക്കില്ല, കറൻസി വാല്യൂവിലെ വേരിയേഷൻ കാരണം 10,000 റുപ്പീസ് ചിലപ്പോൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരുമായിരുന്നത് 8,60,000 രൂപയാണ്. ഈ ഒരു സാഹചര്യം ആണ് ഫോർവേഡ് കോൺട്രാക്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. ഒരു എക്സാമ്പിൾ കിട്ടിയല്ലോ. എന്തിനു വേണ്ടിയാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു? ഹെഡ്ജിങ്, ഇത്തരം റിസ്കുകൾ മിറ്റിഗേറ്റ് ചെയ്യാൻ, റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നത്. അതുവഴി നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് മുൻകൂട്ടി ഡിറ്റർമിൻ ചെയ്യുവാണ്. റൈറ്റ്. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ്. ഇനി ഒരു എക്സാമ്പിൾ കാണാം. മറ്റൊരു എക്സാമ്പിൾ, എ ഫാമർ എഗ്രീസ് ഓൺ January 1 to sell 1 ton of rice at ₹25,000 to a trader on April 1. ഇപ്പോൾ എഗ്രി ചെയ്തിരിക്കുന്നത് January 1 ഒരു ട്രേഡർക്ക് 1 ടൺ റൈസ് 25,000 രൂപയ്ക്ക് April 1 വിൽക്കാം എന്ന് എഗ്രി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? പ്രൈസ് കുറയുകയാണെങ്കിലും April 1 ഈ ഫാമർക്ക് അത് വിൽക്കാൻ സാധിക്കും. പ്രൈസ് കൂടുകയാണെങ്കിൽ സെല്ലർ വാങ്ങുന്ന ആളെ സംബന്ധിച്ച്, ബയറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് ആണ്. അപ്പോഴും ഈ പ്രൈസ് തന്നെ
സ്വീകരിക്കാൻ പറ്റും. സോ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ളൊരു മെക്കാനിസം ആണെന്ന് ഓർത്തേക്കുക. ഇഫ് ദി മാർക്കറ്റ് റൈസസ് ടു 28,000, 25,000 ആണെങ്കിൽ ഇത് 28,000 ഉയർന്നു, ദി ട്രേഡർ ഗെയിൻസ്. ഇഫ് ദി മാർക്കറ്റ് ഫോൾസ് ടു 22,000, ആർക്കാ ഗെയിൻ? ദി ഫാർമർ ഗെയിൻസ്. ഇതാണ് കൺസെപ്റ്റ്. ക്ലിയർ? സോ നോ എക്സ്ചേഞ്ച് ഇൻവോൾവ്. എക്സ്ചേഞ്ച് ഇൻ ദി സെൻസ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ആയിട്ടുള്ള ഫണ്ട് അല്ല ഇത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യുന്നില്ല. ഇതൊരു പ്രൈവറ്റ് ഡീലാണ്. 2 പാർട്ടീസ് എഗ്രി ചെയ്ത പ്രൈവറ്റ് ഡീലാണ് ഫോർവേഡ് കോൺട്രാക്റ്റ്.